8:40 ആയിട്ടുണ്ട്. അത് നമ്മുടെ ദേര ക്ലോക്ക് ടവർ. ഇവിടെ അടുത്ത് നല്ലൊരു പാർക്കുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ ഒരു സ്ഥിരം പതിവാക്കിയിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങാനായിട്ട് എല്ലാവരും വയറ് ഉറക്കാനായിട്ടാണ് പോണത്. ഇല്ല, വയറുണ്ടല്ലോ. ഇവിടെ മാസ്ക് സൂക്ഷിക്കണം. മാസ്ക് ഇത്തിരി താഴ്ന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ 4000 ആണോ ഫൈൻ മാസ്കിന്? അപ്പൊ 4000 ദിർഹമാണ് മാസ്കിന്റെ ഫൈൻ. അപ്പൊ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഒരു ഫുൾ റൗണ്ട് എടുക്കുമ്പോൾ എത്ര? 1 കിലോമീറ്ററാ? 1/2 കിലോമീറ്റർ അല്ല, 500 മീറ്റർ. എല്ലാ തേഴ്സ്ഡേയും ഓഫീസിന്റെ വകയാണ് ലഞ്ച്. നല്ല അടിപൊളി ലഞ്ചാണ് ഇന്ന്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാണ്. കാണിക്കണ്ടോ? ഞാനതേ വഴിക്ക് ഇന്നിപ്പം മെട്രോയിൽ പോണോ വണ്ടി പോണോ? ഇന്ന് വീക്കെൻഡ് അല്ലേ, നമുക്കൊന്ന് ഇന്ന് വണ്ടിയിൽ പോകാനുള്ളൂ. വീക്കെൻഡ് ആണ്. ഇന്ന് വണ്ടിയിൽ തിരക്ക് കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോവാ. അതെ, കുറച്ച് എനർജി കിട്ടട്ടെ. വീക്കെൻഡ് സ്പെഷ്യൽ ഔട്ടിംഗ്. സാധാരണ പോണ എന്റെ അഭിപിതാൽ. ഇവിടെ എവിടെ പോണെങ്കിലും ആക്സസ് ഉണ്ടെങ്കിലേ കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ. ഹൈലി സെക്യൂരിറ്റി ഏരിയ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഓഫീസ്. സോറി, റൈറ്റ് സൈഡ് മാറി പോയില്ല. ഇതാണ് നമ്മൾ ഇറങ്ങുന്ന മെട്രോ സ്റ്റേഷൻ അല്ലേ? യെസ്. ഫിനാൻഷ്യൽ പേരാണ് ഫിനാൻഷ്യൽ സെന്റർ. വീക്കെൻഡ് ആവുന്നതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. അതെ, ദുബായിൽ ഇനി അതിപ്പം തുറക്കാൻ പോണ എന്തോ ഒരു മ്യൂസിയമാണ്, പേരെനിക്കറിയില്ല. ഉടൻ തുറക്കുമായിരിക്കും. ബ്ലോക്ക്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരേ നിർബന്ധം, വീടിന്റെ ഫ്രണ്ടിൽ ഇറക്കി തരത്തേ ഉള്ളൂ. അത് കാരണം നമ്മളിവിടെ ഇരിക്കുന്നു. ഇന്നിപ്പോൾ നടക്കാൻ പുതിയൊരു പാർക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് എയർപോർട്ട്. കണ്ടോ? ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടോ? ഇത് അക്വേറിയം അല്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന വിമാർട്ടിലാണ്. ഇവിടെ നമ്മൾ പറയുന്ന മീൻ അവർ ലൈവായിട്ട് പിടിച്ച് അകത്ത് അവിടെ പോയി കുക്ക് ചെയ്ത് നമുക്ക് തരും. ഇവിടെ ഫുഡ് കോർട്ടാണ്. നോക്കുന്നന്ന് വളരെ ചീപ്പാണ്. ഇതാ വില കുറവാ. സൈസാണോ നോക്കിയേ? കിലോന് 7 അറബ് സാധനം. പക്ഷേ ഈ ഒരു സാധനം ചിലപ്പോൾ 1.5 കിലോ 2 കിലോ ഉണ്ടാവും. ഇതെന്താ സാധനം? പൈസ ചിലവില്ല. ഇത് നമ്മുടെ നാട്ടിൽ മെളിഞ്ഞില്ലെന്ന് പറയും. അതായത് ഈ ചളിയിലെല്ലാം കിടക്കുന്ന അതല്ല, ഇത് കടലുള്ളതാ. ഇതിപ്പോ കടലുണ്ട്. ആ അതാ ഇവിടെയുണ്ട് കേട്ടോ കമലം. കമലായി. ഇതാ ഇവിടെ പക്ഷെ വേറെ പേര് നോക്കിയേ, പിറ്റായ.
അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടും അല്ലേ എന്റെ പേര്? നാട്ടിലെ മാങ്ങ ഈനും അറിയോ? എന്ത് മാങ്ങ? മാംഗോ. മാങ്ങോ അപ്പൊ നമ്മളിപ്പം വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ എല്ലാരും കൂടെ പ്രൊഫൈൽ പിക്ചർ മാറ്റാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മെയിൻ ഫോട്ടോഗ്രാഫർ ഇതാ ഇവിടെ. അപ്പൊ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഇവിടെ ഉള്ളവരുടെ പരാതി ഉണ്ടായിരുന്നു, അല്ല മനാസ് മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ, മനാസ് മാത്രമേ കാണിച്ചുള്ളൂ എന്നൊക്കെ. അപ്പൊ ഇന്നിപ്പോ ബാക്കിയുള്ളവരെ കൂടെ പരിചയപ്പെടുത്തൂ. പ്രബിൻ എന്നാണ് പേര്. ഞാൻ സത്യം ഞാൻ ഇത്ര ആള് പ്രബീന്ന് വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ഇത് ഷംലൊക്കെ പാലക്കാട്ടുകാരന് അല്ലേ? പ്രബി തലശ്ശേരി എന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ക്ലോക്ക് ടവർ, അവിടെ നമ്മുടെ സിറ്റി വ്യൂ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഷഫീഖ്, നമ്മുടെ മിസ്റ്റർ ദുബായ് എന്തായിരുന്നു, ബോഡി ബിൽഡർ ആണ്. ഇവിടെ സൈക്കിളും സ്കൂട്ടിയൊക്കെ ചവിട്ടുന്നവര് റിഫ്ലക്ടർ മസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കണം അല്ലേ? പെനാൽറ്റി ഉണ്ടോ അതിന്? റിഫ്ലക്ടർ വേണം, ഹെൽമെറ്റും വേണം. നമ്മളങ്ങനെ നമ്മുടെ സ്ഥിരം നടക്കാൻ വരുന്ന പാർക്കിൽ തന്നെയാണ് ഫോട്ടോഷൂട്ടിന് വന്നിരിക്കുന്നത്. ഇവിടെ ആകുമ്പോ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ പണിയായുധങ്ങളൊക്കെ പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് സാധാ 5D, പക്ഷെ ഇത് ഇത്തിരി വമ്പൻ സാധനം അല്ലേ? ഏതാ ഇത്? വളരെ വില കുറഞ്ഞ സാധനം. വെറും 3 ലക്ഷം രൂപയുള്ളൂ അല്ലേ? ബോഡിക്ക് മാത്രം, ലെൻസ് വേറെ വാങ്ങിച്ചോളണം. അപ്പൊ ഇതൊക്കെ വെച്ചാണ് ഇവിടുത്തെ കലാപരിപാടികൾ. ഫേസ്ബുക്കിന് പ്രൊഫൈൽ പിക്ചർ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ എല്ലായിട്ട് ഇറങ്ങിയതാണ് എല്ലാവരും കൂടെ. ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഇവിടെ. ഇപ്പോൾ പാർക്കിൽ പൊതുവെ കുറേ പേര് വന്നിട്ടുണ്ട് അവിടെ ക്യാമറയായിട്ട്. അതൊരു ഗ്രൂപ്പാണ് ഫോട്ടോ എടുക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ അവിടെ ഒരു ഗ്രൂപ്പുണ്ട് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മളെ കാണാനായിട്ട് എൻ്റെ റിലേറ്റീവ് ഒരു മാമ വന്നിട്ടുണ്ട്. ആണ് ഷാഫി മാമ. പിന്നെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? ജലീൽ. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഇതിപ്പോൾ വൈകുന്നേരം ഇപ്പം ഫാമിലീസൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാണ്. ഇവിടെ ഇപ്പൊ ഇവര് മെസ്സ് വാങ്ങാനായിട്ട് നിൽക്കാണ്. യെസ്, മെസ്സിലെ ഫുഡ്. അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ പോവാണ്. ഇവിടുത്തെ ചായക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് ആ ഇടുന്ന സാധനം കണ്ടോ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. യെസ്, താങ്ക് യു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ സാഫ്രൺ ചായയാണ്. ഇവർ ഈ ചായയാണ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. സാഫ്രൺ ചായ. സാഫ്രോൺ ടീ ഏറ്റവും കുടിച്ച് ബോഡി ബിൽഡർ ആയ ഒരാളാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പൊ കടന്നു വരുന്നത്, ഷഫീഖ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ബോഡിയുടെ രഹസ്യം തന്നെ അതാണ്. റവി, നിന്റെ ഗ്ലാമറിന്റെ സീക്രട്ട് ഇതാണോ? അപ്പൊ ഇന്നങ്ങനെ ദുബായ് വാസം കഴിഞ്ഞ് അബുദാബിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഞാനും മനാസും കൂടെ ഒരുമിച്ചാണ് അബുദാബിയിലേക്ക് പോകാൻ നിന്നത്. പക്ഷെ അവസാന നിമിഷത്തെ ചില സാങ്കേതിക തകരാറുകൾ കാരണം ഞാനാണ് ആദ്യം പോകുന്നത്. മനാസിനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അല്ലേ? നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ടുണ്ടാവും. അതെ. അപ്പൊ ഇപ്പം മനാസ് എന്നെ യാത്രയാക്കാനായിട്ട് വരികയാണ്. നമ്മുടെ ദുബായ് ഓഫീസിൽ നിന്ന് ജിനിബായി ഉണ്ട്.
ഗ്രാൻഡ് യാത്ര ആയിപ്പാണല്ലേ? വ്ളോഗ് കണ്ട? കണ്ടു നന്നായിരുന്നു. ഇനി നമ്മുടെ അബുദാബിയിലേക്കുള്ള സാരഥി അജ്മോരെങ്കിലും. താങ്ക് യു. നമുക്ക് ഇവിടെ നിന്ന് അബുദാബി എത്ര ദൂരമുണ്ട്? അപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂർ. നമുക്കിപ്പം ഇവിടെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് കയറണമെങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്യണം. അപ്പം കൊറോണ ടെസ്റ്റ് നിർബന്ധമാണ്, അത് ചെയ്യാതെ അബുദാബിയിലേക്ക് കയറ്റില്ല. അപ്പൊ നമുക്ക് 2 ടെസ്റ്റാണ് ഉള്ളത്. ഒരെണ്ണം PCR ഉണ്ട്, പിന്നെ ഒരെണ്ണം DPA. PCR ആണെങ്കിൽ എന്റെ റിസൾട്ട് വരുന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലേ? അത് ഇന്ന് ഞാൻ പോകണമെങ്കിൽ ഇന്നലെ ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ദുബായിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ PCR ആണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ വീണ്ടും PCR ചെയ്യേണ്ട ആവശ്യമില്ല, DPA ആണ് ചെയ്യാൻ പോകുന്നത്. DPA ചെയ്യാനായിട്ട് നമുക്കിവിടെ ബോർഡറിൽ ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ട് 1 മണിക്കൂറിലാണ് വരുന്നത്. അപ്പൊ തന്നെ വരില്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പം ബോർഡറിലേക്ക് പോവാണ്. ബോർഡറിൽ എന്നിട്ട് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞുതരാം. കാണുന്ന എമിറേറ്റ്സ് ടവർ ആണ്. ദുബായിയുടെ പണ്ടത്തെ ഒരു ഐക്കണായിരുന്നു. ഇതിന്റെ നേരെ അപ്പുറത്താണ്, അതായത് ഈ റോഡിൽ ഈ ഒരു മെട്രോ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ രാവിലെ എപ്പോഴും ജോലിക്കുള്ള മെട്രോ. അതിന്റെ തൊട്ടപ്പുറത്തെ റോഡിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് നമ്മുടെ ദുബായിൽ പണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഐക്കണായിരുന്നു ബുർജുൽ അറബ്. ബുർജുൽ അറബാണ് ബുർജ് ദുബായാണ്? അല്ല, ബുർജുൽ അറബ് അല്ല, നമ്മുടെ ഇവിടെ ഉള്ളത് ജുമേറയിലുള്ള ബുർജുൽ അറബാണത്. അപ്പം DPA ടെസ്റ്റ് നമ്മളിപ്പോൾ ബോർഡർ എത്താറായി തോന്നുന്നല്ലേ? അപ്പം അതിന് മുമ്പ് തന്നെ ഇവിടെ സൈഡിലേക്ക് കണ്ട ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിങ് സെന്റർ. അപ്പോൾ അവിടെയാണ് നമ്മൾ DPA ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ DPA ടെസ്റ്റിന് ചാർജ് എങ്ങനെയാണ്? 50 ദിർഹംസ് ആണ്. നമ്മുടെ PCR വന്നിട്ട് നമ്മളിപ്പം അല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ 150 ദിർഹം. നമ്മൾ സേഹ ആപ്പ് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 75 ദിർഹം അല്ലേ? 85. ഇവിടെ സെക്യൂരിറ്റി ഇപ്പം ഉണ്ട്, പുള്ളിയാണ്. അപ്പം ടെസ്റ്റ് ചെയ്യാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർ അവിടെ തന്നെ ഇരിക്കും. കഴിഞ്ഞ ഓക്കെ. നമ്മളിപ്പം കൊറോണയ്ക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അബുദാബി ചെന്നിട്ട് 3rd ഡേയും 7th ഡേയും അടുത്ത ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം. പക്ഷെ നമ്മൾ PCR ആണ് എടുക്കുന്നതെങ്കിൽ 4th ഡേയും 8th ഡേയും അല്ലേ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ എത്തി സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അബുദാബിയിൽ മസ്റ്റാണ് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടല്ലേ? എത്രയാണ് പെനാൽറ്റി? 5,000. വളരെ കുറവാണ്, 5,000 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നല്ല സ്ട്രിക്റ്റ് ആണ്. ഇവിടെ എല്ലാം വാർണിംഗ് സൈൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബോർഡർ എത്താറായി തോന്നുന്നല്ലേ? ഇവിടെയൊക്കെ പോലീസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ക്യാമറ പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവിടെ എവിടെയോ വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതിപ്പം കാണോ ഞാൻ അപ്പം അത് മാറ്റും. അപ്പം അതുവരെ നമുക്ക് ഏതൊരു ചെയ്യാൻ പറ്റും അതുവരെ ബ്ലോഗ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ട്രാഫിക് കോൺസും ഇവിടെ എല്ലാം വാർണിംഗ് ലൈറ്റ്സും സിഗ്നൽസും എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മിലിറ്ററി പോലീസാണ് നിൽക്കുന്നല്ലേ? കുറച്ചെല്ലാം അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. അപ്പം ഇനി ബാക്കി ബോർഡർ കടന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ കുറേ പാടുപെട്ട് അവസാനം അബുദാബി ഹൈവേയിലോട്ട് കടന്നിരിക്കുകയാണ്. ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റി. കുറച്ചെല്ലാം അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് കടത്തി വിടത്തുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.